മണിപ്പൂരിലെ മൊറയിൽ വീണ്ടും സംഘർഷം. സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട് അക്രമികൾ വെടിയുതിർത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ബോംബേർ ഉണ്ടായെന്ന റിപ്പോർട്ട്. വിവരങ്ങൾ ജിൽബി നൽകും. ജിൽബി, വിശദാംശങ്ങൾ. മണിപ്പൂരിൽ സംഘർഷങ്ങൾക്കൊട്ടും അയവില്ലാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അതായത് മണിപ്പൂരിലെ മൊറയിൽ വീണ്ടും ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുകയാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്ക്, അതായത് സുരക്ഷാ സേനയും അക്രമികളും തമ്മിലാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അതായത് സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുകൊണ്ട് മൊറയിൽ ഇത്തരത്തിൽ അക്രമികളുടെ വെടിവെപ്പ് തുടരുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെയും ഇത്തരത്തിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയും അതുപോലെ തന്നെ പോലീസുകാർക്ക് നേരെയും അക്രമികളുടെ വെടിവെപ്പ് ഉണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മൊറയിൽ ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായി, അതുപോലെ തന്നെ അവർക്ക് നേരെ ബോംബേറുകൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അസം റൈഫിൾസും മണിപ്പൂർ പോലീസും ശക്തമായിട്ട് തന്നെ അക്രമികളെ നേരിടുകയാണ് അല്ലെങ്കിൽ തിരിച്ചടിക്കുകയാണ് എന്നുള്ളതാണ് നിലവിലെ വിവരം. അതായത് മ്യാൻമർ അതിർത്തിയായ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മണിപ്പൂർ പോലീസിന്റെ കമാൻഡോ സംഘത്തെ ലക്ഷ്യമിട്ട് RPG ആക്രമണം ഉണ്ടായത്. അതിനു മുൻപ് തന്നെ ഈ പട്രോളിംഗിന്റെ ഭാഗമായിരുന്ന പോലീസ് സംഘത്തിന് നേരെ വെടിവെപ്പും ഉണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 7 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ പോലീസുകാരെ അല്ലെങ്കിൽ സുരക്ഷാ സേനയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് അക്രമികളുടെ വലിയ തോതിലുള്ള ഇപ്പോൾ വെടിവെപ്പുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മണിപ്പൂരിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മൊറയിലെ ആക്രമണങ്ങൾക്ക് കാരണം കുക്കി സായുധ വിഭാഗങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി N Biren Singhന്റെ ആരോപണം. മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് എല്ലാവരും സംയമനം പാലിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നവരെ പിടിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇത് കുക്കി വിഭാഗക്കാരാണ് ഇതിന് പിന്നിലെന്ന ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉയർത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് മൊറയിൽ ഉണ്ടായിരിക്കുന്നത്. വിനു. ശരി, ജിൽബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.